തന്നെ വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കി മതങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസത്തെ പ്രത്യേകം കച്ചവടം പോലെ പറയുന്നു. അപ്പം അങ്ങനെ മതത്തിൻ്റെ എല്ലാവിധ സ്വാധീനങ്ങളെയും നശിപ്പിക്കാനുള്ളൊരു ശ്രമം. കാരണം മതത്തിലേക്ക് ആൾക്കാർ വരുമ്പോൾ മതത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ലാളിത്യമുണ്ടാകും, ചെലവഴിക്കുന്ന പണത്തിൻ്റെ കാര്യത്തിൽ കണക്കുണ്ടാകും, മദ്യം കുടിക്കാണ്ട് വരും. അപ്പോൾ അത് വ്യവസായ സമൂഹത്തിന് തീർച്ചയായിട്ടും മതമില്ലാത്തൊരു സമൂഹമാണ് അവർക്ക് ചില കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രവണത ഇങ്ങനെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്, കാരണം മാധ്യമങ്ങൾ കാണിക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ കേട്ടും കണ്ടുമൊക്കെ ഇരിക്കണമെങ്കിൽ മതം കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ മതം ഇല്ലാതെ വരുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലും സ്വാഭാവികമായിട്ട് എന്തിനാണ് വെറുതെ കുട്ടികളെ ഇങ്ങനെ മതപഠനത്തിന് വിടുന്നത് എന്തിനാണ് വേണ്ടിയാണ്, അല്ലെ വേദപാഠം പഠിപ്പിക്കുന്നത് എന്തിനാണ്, കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുന്നത് എന്തിനാണ്, കത്തോലിക്ക ക്രിസ്ത്യാനികളാണെങ്കിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വരാൻ കാരണമുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ പഠനമനുസരിച്ച് പല ആത്മഹത്യയും കാരണമായിട്ടുണ്ടെന്നാണ് പറയുക. അത് ഞാനതിന് വേറൊരു രീതിയിൽ കാണുകയാണ്. മാതാപിതാക്കന്മാർ ഈ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. വളരെ ഉന്നതനായൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സാറിനൊരു പക്ഷേ മാതാപിതാക്കന്മാരോട് ഈ കാര്യം പറയാൻ പറ്റുമായിരിക്കും. അല്ല, അത് എമിൽ ദുർഖൈം നേരത്തെ പറഞ്ഞു. ആത്മഹത്യ കൂടി വരുന്ന ഒരു സമൂഹം ശിഥിലീകരണത്തിൻ്റെ വഴിയിലാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി. അതിൻ്റെ ഒരു ബാക്കി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മതത്തിൻ്റെ റോൾ എന്താണ് സമൂഹത്തിൽ? അദ്ദേഹം അതിനെപ്പറ്റി പഠിച്ചിട്ട് പറയാണ് എന്താണ് മതത്തിൻ്റെ റോൾ എന്താണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ സമ്പന്നന്മാരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം, വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർ, പല തൊഴിൽ ചെയ്യുന്നവർ, അവരെല്ലാം കൂടെ കൂടിയ ഒരു വലിയ ഒരു ഗ്രൂപ്പാണ് ഒരു സൊസൈറ്റി അല്ലെ ഒരു സമൂഹം എന്ന് പറയുന്നത്. അവരെ ഒന്നിച്ചു നിർത്താനുള്ള ശക്തികളുണ്ട്, ശിഥിലീകരിക്കാനുള്ള ശക്തി രണ്ടുമുണ്ട്. പോസിറ്റീവുണ്ട്, നെഗറ്റീവുണ്ട്. അപ്പോൾ അദ്ദേഹം കാണുന്നത് പോസിറ്റീവായിട്ട് ഒന്നിച്ചു നിർത്താനും പുരോഗതിയിലേക്ക് നയിക്കാനുമുള്ള ഏറ്റവും വലിയ ഒരു ഘടകം ആയിട്ടാണ് അദ്ദേഹം മതവിശ്വാസത്തെ കാണുന്നത്. ഏതെങ്കിലും ഒരു മതത്തെ അല്ല, മതവിശ്വാസം. ആ മതവിശ്വാസം അത് നൽകുന്ന സന്മാർഗ പാഠങ്ങൾ, ഇതാണ് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് പുരോഗതിക്ക് അത്യാവശ്യമുള്ള ഘടകമായിട്ട്. ആ രീതിയിൽ പോകുമ്പോഴാണ് കുട്ടികളെ മതപഠനത്തിനെ പ്രേരിപ്പിക്കുക, ഈശ്വര വിശ്വാസം നൽകുക, പിന്നെ ആദരിക്കേണ്ട ചില ആശയങ്ങളുണ്ട്, അവയെപ്പറ്റി നല്ല ശിക്ഷണം നൽകുക, ശാശ്വത മൂല്യങ്ങൾ. അതായത് നമ്മളിപ്പം ഭാരതീയ രീതിയിൽ പറഞ്ഞാൽ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയും. വളരെ കൃത്യമായിട്ട് നമ്മൾ ആദരിക്കേണ്ട 3 വ്യക്തിത്വങ്ങളെ പറ്റി അവിടെ പഠിപ്പിക്കുകയാണ്. അതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യം. അതൊന്നും വേണ്ട, അവരെപ്പറ്റി നെഗറ്റീവായിട്ടുള്ള പഠനങ്ങൾ കൊടുത്താൽ സമൂഹം ശിഥിലീകരിക്കുമെന്നുള്ള സംശയമില്ല. നമ്മളിപ്പോൾ റഷ്യയിലൊക്കെ കാണുന്നതാണ്. അവിടെ പോയിട്ടുള്ളവരും അവിടെ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നവരൊക്കെ പറയുന്നുണ്ട്, കുത്തഴിഞ്ഞ ജീവിതം, അഴിമതിയും അക്രമവും അങ്ങേയറ്റം വർദ്ധിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു തലമുറയ്ക്ക് മുമ്പ് ആദ്യം അവർ ഈശ്വരനെ ഇല്ലാതാക്കി, മതങ്ങളെ ഇല്ലാതാക്കി, പള്ളികളെല്ലാം പൂട്ടി, മൊണാസ്ട്രികളെല്ലാം പൂട്ടി. അതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നു. ഏതൊരു സ്റ്റുഡൻറ്റും ഒരു പക്ഷേ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ഒരു IAS കാരനാകുക, അല്ല IPS കാരനാകുക, ഡോക്ടറേറ്റ് എടുക്കുക, അല്ലെങ്കിൽ സാറിനെ പോലെയുള്ള ഏതെങ്കിലും ഉന്നതമായൊരു ഉദ്യോഗസ്ഥനായി തീരുക എന്നുള്ളത്. അപ്പോൾ സാറിൻ്റെ ശൈശവവും ബാല്യകാലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മാതാപിതാക്കന്മാർ സാറിനെ മതത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ നീ പള്ളിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കുറേ അധികം സമയം സാറിന് പഠിക്കാൻ തന്നതുകൊണ്ടാണ് അങ്ങനെ ഈ നിലയിലായിത്തീർന്നതെന്ന് ഉള്ളൊരു ചിന്തയാണോ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ എനിക്ക് നൽകിയ ചില പരിശീലനങ്ങൾ എന്നെ ഉപകാരം ചെയ്യുമെന്നുള്ള ചിന്തയാണോ? അല്ല, എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കന്മാർ ഒരിക്കലും മതത്തിൽ നിന്ന് അകറ്റിയിട്ടില്ല. ഞാൻ ജനിച്ചു വളർന്നത് തന്നെ പള്ളി, ചങ്ങനാശ്ശേരിയിലെ വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ നേരെ കാണുന്ന സ്ഥലത്താണ്, വീട്ടിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പള്ളിയുടെ മണി മുഴങ്ങുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. വലിയൊരു മണിയായിരുന്നു. അപ്പോൾ ആ മണിമുഴക്കം കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് വലിയ ഒരു മതാത്മകത ഒന്നും ഇല്ലായിരുന്നെങ്കിലും മതത്തെപ്പറ്റി തെറ്റായ ധാരണകളൊന്നും തന്നെ എനിക്ക് തന്നിട്ടില്ല.
പഠിക്കാൻ സമയം കിട്ടാഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയതുകൊണ്ടോ വേദപാഠ ക്ലാസ്സിൽ പോയതുകൊണ്ടോ പഠനത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടുമില്ല. പിന്നീട് കൂടുതൽ മതവിശ്വാസം, ദൈവവിശ്വാസം അല്ലെങ്കിൽ ഈശ്വരവിശ്വാസത്തിലേക്ക് ആഴത്തിൽ വരാൻ സാധിച്ചത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടാണെന്ന് വിരോധാഭാസമായിട്ട് തോന്നുന്നത്. അങ്ങനെ പറയാം. അങ്ങനെ കാരണം രണ്ട് രീതിയിലും ചിന്തിക്കുന്നവരുണ്ട്. സാധാരണ പലരും പറയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു തിന്മയാണ്, എല്ലാം അതിനെപ്പറ്റി നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വലിയ ദൈവവിശ്വാസികളാണ്. ഒരുപക്ഷെ അതിര് കവിഞ്ഞ് അവർ അന്ധവിശ്വാസികളും കൂടെയാണെന്ന് പറയാം. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും തുടക്കുമ്പോഴും ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അത് തുടങ്ങാറുണ്ടായിരുന്നുള്ളൂ. ആ നിലയിലേക്ക് എത്തി. കാരണം ഞാൻ ചുറ്റും കണ്ടത് ഒരുപാട് ഉള്ള സമൂഹത്തിലെ തിന്മകളൊക്കെ കാണുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് സത്യവും നീതിയൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ലാതെ സാധിക്കില്ല. പല ആളുകളുടെയും തകർച്ചയും പല കുടുംബങ്ങളിലെയും യഥാർത്ഥത്തിലുള്ള അവസ്ഥയും പുറമേ കാണുന്നതല്ല, ഉള്ളിലെന്ത് നടക്കുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളവർക്ക് അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയാൻ പറ്റുകയില്ല. ഒരുപക്ഷെ വൈദികർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത് കണ്ടതുകൊണ്ടാണ് എനിക്ക് മതവിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാനുള്ള അവസരം ഉണ്ടായത്. ഒരു പ്രസ്താവന ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടൊരു പ്രസ്താവനയാണ്. മണൽ, കുഴൽപ്പണം, മദ്യം ഇവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ നല്ലവരായി കഴിഞ്ഞാൽ കേരളം ദൈവത്തിൻ്റെ നാടായിട്ട് മാറും എന്നുള്ളൊരു പ്രസ്താവന. ഉദ്യോഗസ്ഥന്മാർക്ക് അത്രമാത്രം വലിയൊരു പദവിയുണ്ട്, വലിയൊരു സ്ഥാനമുണ്ട്. നമ്മൾ മതപരമായ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് സമൂഹത്തിൻ്റെ ഒരു ചാലക ശക്തിയാണ്. അവർ നന്നായാൽ ഈ സമൂഹം നന്നായി, അവർ മോശമായാൽ ഈ സമൂഹം മോശമായി. ഒരു പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളെല്ലാം അധികം രാഷ്ട്രീയ നേതാക്കന്മാർ 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലം കഴിയും മാറി മാറി വരുന്ന ആളുകളാണ്. ഉദ്യോഗസ്ഥന്മാർ ഒരു വിധത്തിൽ പറഞ്ഞാൽ കുറച്ചും കൂടി സ്ഥിരതയുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സമൂഹത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്നൊരു പ്രസ്താവന ഇതിനകത്തുണ്ട്. അവർ എപ്പോൾ വഷളാകുന്നുവോ, അവരുടെ മനസ്സെപ്പോഴും സ്വാർത്ഥത കൊണ്ട് നിറയുന്നുവോ, അപ്പോൾ സമൂഹത്തിൻ്റെ ധാർമ്മിക നിലവാരം തകരും എന്നൊരു ചിന്ത ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ആളാണ്. കാരണം നമ്മൾ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ രാജാവാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. രാജാവ് നീതിനിഷ്ഠനാണെങ്കിൽ സമൂഹത്തിൽ നീതി ഉണ്ടാവും, ആളുകൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പോഴങ്ങനല്ല. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ മാറി മാറി വരുന്ന ഭരണ വ്യവസ്ഥയാണ്. പാർട്ടികൾ മാറാം, വ്യക്തികൾ മാറാം, പക്ഷേ സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ IAS പറ്റി പറയാറുണ്ട്, സ്റ്റീൽ ഫ്രെയിമാണ്, ഇന്ത്യയുടെ സ്റ്റീൽ ഫ്രെയിമാണ് IAS. അതുപോലെ സമാന്തരമായിട്ടുള്ള മറ്റ് സർവീസുകൾ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എല്ലാവരും രാഷ്ട്രീയക്കാരെ കുറ്റം പറയുകയും ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അവരതെല്ലാം കേട്ടുകൊണ്ട് ടോളറൻസ് ഉള്ളതുകൊണ്ടാണ് അവരൊന്നും മിണ്ടാതെ ഇരിക്കുന്നത്. അവരെപ്പറ്റി അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ 34 വർഷം സർവീസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് മറിച്ചാണ്. എത്ര മോശപ്പെട്ട ഭരണാധികാരിയാണെങ്കിലും അല്ലെങ്കിൽ അഴിമതിയുടെ രാജാവാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർ ധാർമ്മിക മൂല്യങ്ങൾ കൈവിടത്തില്ല, അവർ തെറ്റ് ചെയ്യത്തില്ല, അനീതി ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരാജയപ്പെട്ടു പോവുകയുള്ളൂ. ഇവരിൽ കൂടിയല്ലാതെ ഒരു മന്ത്രിമാർക്കും നേരിട്ട് അഴിമതി ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിൽ അനീതി കുറയണം, അല്ലെ സമാധാനം ഉണ്ടാകണം, നേരത്തെ പറഞ്ഞ പോലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒഫീഷ്യൽസ്, ആ വിഭാഗത്തിൽപ്പെട്ടവർ അനീതി ചെയ്യില്ല, അധർമ്മം ചെയ്യില്ല, അസത്യമായിട്ടുള്ള കാര്യത്തിന് കൂട്ടുനിൽക്കില്ല. ഇത്ര വിചാരിച്ചാൽ മതി. അവരുടെ പ്രാധാന്യം അതാണ്. പ്രത്യേകിച്ച് ഒരു ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ക്രമസമാധാന നില,
അദ്ദേഹം അത് വളരെ നന്നായി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യം അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് പറ്റും. അപകടങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കുറയും. വലിയൊരു വ്യത്യാസമാണ് ഉണ്ടാകുക. അതുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ ചില സ്ഥാനത്ത് വന്നു കഴിയുമ്പോൾ ആ സ്ഥാനം തന്നെ വലിയൊരു അനുഗ്രഹമായി മാറുന്നു. അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളൊക്കെ ഒത്തിരി കുറയുന്നു. അതുപോലെ തന്നെ അത് ലാഭത്തിൽ വരുന്നു. ഇങ്ങനെ നമുക്ക് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ കാണാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കണമെന്നില്ല പിന്നീട് അടുത്തൊരു ഭരണം വരുമ്പോൾ ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നത്. അവരെ മാറ്റി വേറെ ആരെങ്കിലും മനഃപൂർവ്വം മാറ്റിക്കളയുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നല്ലാണ്ട് അതിൽ കവിഞ്ഞൊന്നും ചിലപ്പോൾ സംഭവിച്ചെന്ന് വരികയില്ല. കാരണം മനുഷ്യർ കൂടുന്ന എല്ലാ സംവിധാനത്തിലും മാനുഷികമായ പ്രശ്നങ്ങളും നന്മകളും തിന്മകളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ട്. സാർ വളരെ മതപരമായെന്ന് പറയാവുന്ന ഒരു പ്രസ്താവന ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ പറയുന്നുണ്ട്. കേരളത്തെ ദൈവത്തിൻ്റെ നാടെന്നാണ് പറയുക, പക്ഷേ കേരളീയർ ദൈവത്തിൻ്റെ സമ്പത്തെല്ലാം കൊള്ളയടിക്കുകയാണ്. എന്നിട്ട് മനുഷ്യനിലുള്ള ദൈവിക ആവശ്യങ്ങളെക്കുറിച്ചാണ് സാർ പറഞ്ഞു വരുന്നത്. ലാളിത്യം, വിനയം, വിശ്വസ്തത വളരെയേറെ കൊള്ളയടിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് ദൈവത്തിൻ്റെ നാട്ടിലെ ആളുകൾ മാറിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സമ്പത്തെന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഈ ഗുണങ്ങളൊക്കെയാണ്. സത്യം, നീതി, ന്യായം, വിശ്വസ്തത, വിനയം, ലാളിത്യം, ഇതൊക്കെയാണ്. ഇതൊക്കെ കേരളത്തിലെ സമൂഹം വിരുന്ന് നടത്തുന്ന അവസരത്തിൽ, കല്യാണം നടത്തുന്ന അവസരത്തിൽ, ബിസിനസ് നടത്തുന്ന അവസരത്തിൽ ഇതെല്ലാം കൊള്ളയടിക്കുകയാണ്. ഇതൊക്കെ കൊള്ളയടിക്കുന്നത് കൊണ്ട് ആണ് പലപ്പോഴും പല കുടുംബങ്ങളും തകരുന്നത്, ആത്മഹത്യയിലേക്ക് പോകുന്നത്, വിവാഹങ്ങൾ പ്രശ്നത്തിൽ അവസാനിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു സൂചന ഒരു മതാധികാരിയുടെ ഒരു പ്രസ്താവന പോലെയുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 6 വർഷം ജോലി ചെയ്തപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും നടക്കുന്ന അഴിമതികൾ പഠിക്കാനും അതിനെപ്പറ്റി തെളിവെടുക്കാനുള്ള സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലായിടത്തും പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ വെറുതെ ഒരു ജാടയ്ക്ക് വേണ്ടി ഗോഡ്സ് ഓൺ കൺട്രി എന്ന്, അത് ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലേബലാണ്, യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യമാകണമെന്നുള്ള ഒരു മനസ്സിലുണ്ടായ ഒരു വേദനയിൽ നിന്ന് ഞാൻ എഴുതിയതാണത്. വളരെ ഉപകാരപ്രദമായ ഒരു പഠനം ഈ പുസ്തകത്തിലുള്ളത് ഹെൽപ്പ് ലൈനെ കുറിച്ചാണ്. അതൊരു റവറൻ എഡ്വേർഡ് ചദ്വര എന്ന് പറഞ്ഞൊരു വൈദികനാണ്, മെത്തോഡിസ്റ്റ് വൈദികൻ. എന്താണ് അതിൻ്റെ ആ ഹെൽപ്പ് ലൈൻ തുടങ്ങിയ അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച വസ്തുത, അദ്ദേഹം വൈദികനായിട്ട് ജോലി ചെയ്തിരുന്ന ആ വാർഡിൽ അല്ലെങ്കിൽ അതിനടുത്ത സ്ഥലങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത അദ്ദേഹം കേട്ടു. അങ്ങനെ അവരെ കാണാനും കുടുംബാംഗങ്ങളെ കാണാനും പഠിക്കാനും അവരുടെ സ്ഥിതി പഠിക്കാനും ഒക്കെ അവസരം ഉണ്ടായപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഈ വ്യക്തി ഒരു ഡ്രഗ് അഡിക്റ്റായിരുന്നു, ഈ ചെറുപ്പക്കാരൻ. പിന്നീട് അയാൾ നിരാശാബോധത്തിലേക്ക്, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ആത്മഹത്യ ചെയ്യാനിടയായി. പക്ഷേ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചത് അയാളോട് സംസാരിക്കാനും അയാളെ സന്ദർശിക്കാനും അയാളെ അതിൽ നിന്ന് മനസ്സ് മാറ്റാനുമായിട്ട് ആരും അവിടെ പോയില്ല. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ സ്റ്റിഗ്മയാണ്. ഡ്രഗ് അഡിക്റ്റിനെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഡിപ്രഷനുള്ള ആളിനെ കാണാൻ പോകുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു ബോർഡ് എഴുതി അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്ത് വെച്ചു. ആരെങ്കിലും ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിന് പലരും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോകാൻ വയ്യാതായപ്പോഴത്തേക്ക് അത്രയധികം കോൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഹെൽപ്പ് ലൈൻ ചിലരെയൊക്കെ പരിശീലനം കൊടുത്തതിന് ശേഷം ആ ഫോൺ നമ്പർ കൊടുത്ത് അങ്ങനെയാണ് ഈ ഹെൽപ്പ് ലൈൻ തുടങ്ങിയത്. അതിൻ്റെ ആഗോളതലത്തിലുള്ള ഒരു സംഘടനയാണ് ഇന്ന് ബിഫ്രണ്ടേഴ്സ് ഇൻ്റർനാഷണൽ. അതായത് ഫ്രണ്ട്ഷിപ്പാണ്. നമ്മൾ സാമ്പത്തികമായിട്ടൊന്നും അവർക്ക് കൊടുക്കണ്ട, സംസാരിക്കുക, ഏകാന്തത അകറ്റുക, പ്രശ്നങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുക. ഇങ്ങനെയാണ് ഹെൽപ്പ് ലൈൻ. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ ഉണ്ട്, സ്നേഹ എന്ന് പറയുന്ന ഒരു വലിയ സംഘടന നടക്കുന്നു. എറണാകുളത്ത് മൈത്രി ഒത്തിരി വർഷങ്ങളായിട്ട് അവർ നല്ല സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും തുടങ്ങാൻ പറ്റും, വലിയ ഒരു സഹായമായിരിക്കും. അപ്പോൾ ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സാമ്പത്തികമാണ്, കടബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സമ്പത്ത് കൊടുക്കാനില്ല, അപ്പോൾ ഞങ്ങൾ ആരോടും ഒരു സൊല്യൂഷനും പറയാറുമില്ല. സംസാരിക്കുക,
വരണമെന്നില്ല, ടെലിഫോണിൽ സംസാരിക്കുക, വിളിക്കുക, അങ്ങനെ സംസാരിച്ചിട്ട് അവരോട് തന്നെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരു സജഷൻ കൊടുക്കും. അങ്ങനെ ചെയ്താൽ പറ്റുമോ, ഇങ്ങനെ ചെയ്താൽ പറ്റുമോ, അങ്ങനെ സ്വയം മനസ്സിലാക്കും. അവർക്ക് സ്വയം മനസ്സിലാക്കിയതിന് ശേഷം അവരെ നിരാശാബോധത്തിൽ നിന്ന് മാറി ജീവിക്കാനുള്ള അല്ലെങ്കിൽ അതിജീവനത്തിനുള്ള വഴികൾ അവർ തന്നെ കണ്ടുപിടിക്കുമെന്നാണ് അനുഭവത്തിൽ നിന്ന് അവർ പറയും. വെളിച്ചമെന്ന സംവാദ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പോലീസ് മേധാവി, ഗ്രന്ഥകാരൻ, വാഗ്മി എന്നീ നിലകളിൽ പ്രശസ്തനായ ഡോക്ടർ സിബി മാത്യൂസ് IPS ആണ് ഇന്ന് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിൽ ഉള്ളത്. 2007 സോഷ്യോളജി വിഭാഗത്തിൽ MG സർവകലാശാലയിൽ നിന്ന് ഡോക്ടർ സിബി മാത്യൂസ് PhD ബിരുദം കരസ്ഥമാക്കി. അദ്ദേഹം തൻ്റെ സേവനം ആരംഭിക്കുന്നത് എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടാണ്. അതിനുശേഷം ക്രൈംബ്രാഞ്ച്, ഇൻ്റലിജൻസ്, വിജിലൻസ് എന്നീ വിഭാഗങ്ങളിൽ സേവനം ചെയ്തു. തുടർന്ന് കേരള സായുധ സേനയുടെ തലവനായി പ്രവർത്തിച്ചു. ഡയറക്ടർ ഓഫ് പോലീസ് ജനറൽ ആയിരിക്കുമ്പോഴാണ് സ്വമേധയ വിരമിച്ച് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി പ്രവർത്തിക്കുന്നത്. ഇപ്പോഴദ്ദേഹം ആ ജോലിയിലാണ്. വളരെ സ്നേഹപൂർവ്വം ഡോക്ടർ സിബി മാത്യൂസിനെ ഈ സംവാദ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ ഡോക്ടറൽ തീസിസ് വളരെ ശ്രദ്ധേയമാണ്. ഈ അടുത്ത കാലത്ത് മലയാളത്തിലെ ചില പത്രങ്ങളിൽ സൺഡേ സപ്ലിമെൻറ്റിൽ അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരണം ഉണ്ടായിരുന്നു. സാറിൻ്റെ പുസ്തകം മലയാളികൾ ഇങ്ങനെ മരിക്കണമോ എന്ന പുസ്തകം തീർച്ചയായും വളരെ ആനുകാലിക പ്രാധാന്യമുള്ള, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിൽ തന്നെ എല്ലാ ജനതകളെയും ചൂഴ്ന്നു നിൽക്കുന്ന വലിയൊരു പ്രശ്നം, ജീവനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ്. സാർ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യുന്നു, ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നു. തീർച്ചയായും ഇതൊരു ഡോക്ടറൽ തീസിസിൻ്റെ മലയാള വിവർത്തനമാണ്. മലയാളികൾക്ക് വായിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ കുറേ നാളുകളായി. ഈ പുസ്തകത്തിൻ്റെ അവസാനം പറയുന്നൊരു ഭാഗം ആത്മഹത്യയുടെ കണക്കിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ടെന്നാണ്. അത് പുസ്തകം പ്രസിദ്ധീകരിച്ച ആ കാലഘട്ടത്തിലുള്ളതാണ്. ഇപ്പോഴുള്ള അവസ്ഥ ഒന്ന് പറയുന്നത് നല്ലതാണ്. സാറ് ഈ വിഷയത്തിൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് വീണ്ടും ഉള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ടാകും. ഇത് 2011 വരെ ഉള്ള കണക്കനുസരിച്ച് കേരളത്തിൽ ആത്മഹത്യകൾ കുറഞ്ഞു. 2002 ഏറ്റവും കൂടി നിന്നത്. 2002 ഏകദേശം 10,000-ൻ്റെ അടുത്ത് വരെ എത്തി. അവിടെ നിന്ന് ഏകദേശം 1000 സംഭവങ്ങൾ കുറഞ്ഞു 2011. പക്ഷേ കഴിഞ്ഞ വർഷം 2013 കണക്ക് പ്രകാരം വീണ്ടും മുകളിലോട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത്. പക്ഷേ അഖിലേന്ത്യാ തലത്തിലെടുത്താൽ ഒരു കുറവുമില്ല. ഓരോ വർഷവും ക്രമാനുഗതമായിട്ട് കൂടി ഇപ്പോൾ 1,34,000 എത്തിയിരിക്കുക. ഇത് പ്രശ്നത്തിനെ ഗൗരവമായിട്ട് ആരും കാണുന്നില്ല. നടപടി എടുക്കേണ്ടവർ സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും മത സംഘടനകളും കാര്യമായിട്ട് ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനെ ധാരാളമായിട്ട് കുറയ്ക്കാൻ പറ്റും. കേരളത്തിലെ ഈ ആത്മഹത്യാ പ്രവണതയ്ക്ക് തടയിടാനായിട്ട് സാധിക്കും. ഒരു പരിധിവരെ, മുഴുവൻ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. വിൽഫ്രഡ് എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഒരു ഡ്രൈവർ ആയിരുന്നുവെന്നോ
അദ്ദേഹത്തിൻ്റെ പേര് അല്പം മാറ്റിയാണ് ഞാൻ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റി, അത് തീർച്ചയായിട്ടും കേൾക്കാൻ വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ്. പലർക്കും അത് ഉപകാരപ്രദമായിരിക്കും. വിൽഫ്രഡ് ആൾ ജീവിച്ചിരിപ്പുണ്ട്, അയാളുടെ പേര് മാറ്റിയെന്നേ ഉള്ളൂ. അയാൾ പോലീസ് ഡ്രൈവറായിരുന്നു. അപ്പോൾ അയാളെ പറ്റി പറഞ്ഞാൽ പലരും പറയാറുള്ള കാര്യമാണ്, മദ്യപിച്ചില്ലെങ്കിൽ നല്ല മനുഷ്യനാണ്, പക്ഷെ മദ്യപിക്കാതെ ആളിനെ കിട്ടണം. അപ്പോൾ പല പ്രാവശ്യവും പിന്നെ പുറത്ത് പോയി ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കുകയും സസ്പെൻഷനാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് അയാളെ കൊണ്ട് ഉദ്യോഗസ്ഥന്മാരെല്ലാം പരാതി പറഞ്ഞു, ഇയാളെ കൊണ്ട് എപ്പോഴും പ്രശ്നങ്ങളാണ്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഇയാളെ സർവീസിൽ നിന്നങ്ങ് പിരിച്ചു വിട്ടേക്കാം, പിന്നെ പ്രശ്നം തീരുമല്ലോ. അന്നത്തെ ചിന്താഗതി അനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ പിരിച്ചു വിടാനായിട്ട് എല്ലാം ഓർഡർ വരെ എഴുതി. അത് കൊടുക്കാനായിട്ട് ആദ്യം ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം, നിങ്ങളെ പിരിച്ചുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതാണ് നടപടിക്രമം. ആ ഷോക്കോസ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, എന്നെ നല്ലപോലെ അറിയാവുന്ന ആളാണ്, ഇയാൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാതിരിക്കുന്നത്? ഞാൻ പ്രതീക്ഷിച്ച് ഓടി വന്ന് കരയും, എന്നെ രക്ഷിക്കണമെന്ന് പറയും. പക്ഷേ അയാൾ വന്നുമില്ല, എന്നെ കാണാനും വന്നില്ല, ശുപാർശയും വന്നിട്ടില്ല ആരുടെയും. അപ്പോൾ അതെനിക്ക് അല്പം ഒരു വിചിത്രമായിട്ട് തോന്നി. ഞാൻ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഇയാളെപ്പറ്റി അന്വേഷിച്ചപ്പം പറഞ്ഞു, അയാൾ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് പോവുകയാണെന്നൊക്കെ. അപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് കുടുംബസമേതം ആത്മഹത്യ ചെയ്യാൻ തന്നെയായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു കുറ്റബോധം ഉണ്ടായി, ഞാൻ കാരണം ഒരു കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്യേണ്ടി വരിക. അതിന് ഞാൻ അയാളെ വിളിച്ചതിന് ശേഷം അയാളെയും ഭാര്യയെയും വിളിച്ചു. ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരവസരം തരാം, പക്ഷേ ഈ മദ്യപാന എന്നുള്ളത് ഒരു രോഗമാണ്, അതിനും ചികിത്സ വേണ്ടതാണ്, അല്ലാതെ പെട്ടെന്നൊരു ദിവസം നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഡോക്ടറുടെ അടുത്ത് പോയി ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകണം, അതിന് വിധേയനാകാൻ താൻ പറ്റുമെങ്കിൽ ഞാനിത് പെൻഡിങ് വെക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാളുടെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളാണ് മുൻകൈ എടുക്കേണ്ടത്, നിങ്ങൾക്കാണ് നഷ്ടപ്പെടാൻ പോകുന്നത്, ജീവിതവും കുടുംബവും എല്ലാം നഷ്ടപ്പെടാം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ്, ഞാൻ അതിന് വേണ്ട കൂടെ നിന്ന് ഞാൻ ശുശ്രൂഷിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുടെ അടുത്ത് അവരെ വിട്ടു. അവരവിടെ പോയി 2-3 ആഴ്ച അവിടെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ എനിക്കൊരു ഫീഡ്ബാക്ക് തന്നു, ആൾ വളരെയധികം മാറിപ്പോയി. അപ്പോൾ തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു സാറിൻ്റെ മുമ്പിൽ, ഇനി ഒരിക്കലും ഞാൻ മദ്യപിച്ച് സാറിൻ്റെ മുമ്പിൽ വരത്തില്ല എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അയാളെ സർവീസിൻ്റെ ശിക്ഷ എല്ലാം ക്യാൻസൽ ചെയ്തു. അങ്ങനെ അയാൾ വളരെ നല്ലവനായിട്ട്, എന്നുവെച്ചാൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കുടുംബനാഥനായിട്ട് ജീവിക്കുന്നു. എപ്പോഴും വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ കൂടെയാണ് ഞാൻ അയാളെ വിട്ടത്. ഞാൻ ഹൈക്കോടതിയിൽ ഞാൻ പോകുമ്പോഴെല്ലാം എന്നെ കാണുമ്പോൾ ഓടി വരും, സാർ ഞാൻ ഇപ്പോഴും വാക്ക് പാലിച്ചു. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറുതായിട്ടുള്ള നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിച്ച് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സാമാന്യ ജനത്തിനുള്ള ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. 110 പേജിൽ ആ എഡിഷനിൽ 110 പേജിൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്നൊന്ന് പെട്ടെന്ന് സൂചിപ്പിച്ചു. തെറ്റിദ്ധാരണകൾ, ഒരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ജീവിക്കാൻ അർഹതയില്ലാത്തവരൊക്കെ മരിക്കുന്നു, അതുകൊണ്ട് അവർ പോയി മരിക്കട്ടെ എന്നുള്ളതാണ്. ഒത്തിരി ആളുകൾ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. 2, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, അത് ചെയ്തിരിക്കും, ഇനി ആർക്കും അതിനെ തടയാൻ പറ്റില്ല. പിന്നെ 3-മത്തെ കാര്യം, ആത്മഹത്യ ചെയ്യുന്നതിന് നേരത്തെ അറിയാൻ പറ്റുകയില്ല, മനസ്സിനുള്ളിൽ ഇരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല, യാതൊരു ലക്ഷണവുമില്ല. ഇതെല്ലാം തെറ്റാണ്. ഒരിക്കലുണ്ടായി ഇനി ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതെ. അപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കും. ആ ലക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ ഡിസ്ട്രസ് സിഗ്നൽ എന്ന് പറയുന്ന പോലെയാണ്. ആരെങ്കിലും എന്നെ രക്ഷിക്കൂ എന്ന് മൂകമായ ഭാഷയിൽ പറയുന്നതാണ്. അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി ആളുകളെ രക്ഷിക്കാൻ സാധിക്കും. ചിലർ കരുതാറുണ്ട്, ആത്മഹത്യ ചെയ്യാൻ താല്പര്യമുള്ളവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ അവരോട് അതിനെക്കുറിച്ച് അങ്ങനെയല്ല, നേരെ മറിച്ച് അവരോട് പ്രശ്നം ചോദിച്ച് മനസ്സിലാക്കി
നമുക്ക് അതിനകത്ത് ഇടപെടണം. പക്ഷേ ഞാനൊന്നിലും ഇടപെടത്തില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രം എന്നുള്ള സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ആത്മഹത്യയൊക്കെ ചില മോഹഭംഗം വന്ന ചെറുപ്പക്കാരുടെ പ്രശ്നമാണ് അതെ അതെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതെ, അങ്ങനെയല്ല, ഏത് അവസ്ഥയിലും പല ആളുകളും ഒരു പകുതി ഗൗരവത്തോടുകൂടി അല്ലെങ്കിലും പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും, ചില ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും. അപ്പോൾ അത് വെറുതെ ഒഴുക്കം പറ്റി പറയുന്നതല്ല, അവരുടെ മനസ്സിൽ ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകൾ കടന്നു വന്നു. പക്ഷേ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് അത് മാറി. ഒത്തിരി ആളുകളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ചില സ്വാധീനങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ, അല്ലെങ്കിൽ ഒരു മതവിശ്വാസം, ഒരാൾ ആത്മഹത്യ ചെയ്ത ഒരാൾ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ചെയ്യാൻ ശ്രമിച്ചയാൾ അല്ല, ചെയ്തു. അതിന് മുമ്പ്, ചെയ്യുന്നതിന് മുമ്പ് കടബാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു പ്രത്യേക വൈദികനെ ബന്ധപ്പെടാൻ വളരെയധികം ശ്രമിച്ചു. അദ്ദേഹമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു. ആ വൈദികന് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഈ പ്രത്യേക ഒരു ക്രൈസിസ് വന്നപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു. അദ്ദേഹം ദൂരെ എവിടെയോ ധ്യാന ഗുരുവായിരുന്നു. ധ്യാനഗുരു ദൂരെ എവിടെയോ പോയി. ഇദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ആ വീട്ടുകാരോട് ആരോടും പറയാതെ അയാൾ ദൂരെ ഒരു പട്ടണത്തിൽ പോയി മുറിയെടുത്തു. അവിടെ വെച്ച് വിഷം കഴിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് കുടുംബാംഗങ്ങൾ പറഞ്ഞു, കടബാധ്യത ഉണ്ടായിരുന്നെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നുമില്ല, ധാരാളം അസറ്റ്സ് ഉണ്ട്, വസ്തുക്കളുണ്ടായിരുന്നു. അത് വിറ്റിരുന്നെങ്കിൽ അവർക്ക് വളരെ സുഖമായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. പക്ഷേ ആ വേണ്ടതായ സമയത്ത് വേറെ ആരെയെങ്കിലും ബന്ധപ്പെടാൻ അയാൾക്ക് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ ആരെങ്കിലും ഇടപെടണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ആത്മഹത്യ ചെയ്യാനായിട്ട് ഏതെങ്കിലും രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഒത്തിരി അതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട്. ഇതുവഴി എൻ്റെ കുടുംബത്തിനുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണ്, എൻ്റെ മക്കൾക്ക് ഉണ്ടാകാൻ പോകുന്ന അവരുടെ കല്യാണ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർ എൻ്റെ ആത്മഹത്യ വഴി അവർക്കുണ്ടാകുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഇവർ തീർച്ചയായിട്ടും ഇവർക്ക് അങ്ങനെയുള്ള രീതിയിലും ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുകയാണ്. ലോഗോതെറപ്പി എന്ന പേരായ ഒരു മനഃശാസ്ത്ര ശാഖയിൽ ഇങ്ങനെയുള്ള ചിന്തകൾ, ഇതുവഴി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ചിന്തകൾ തന്നെ ആത്മഹത്യ ഒഴിവാക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും. മാധ്യമങ്ങളെക്കുറിച്ചുള്ള അവർ ശരിയായ രീതിയിലല്ല ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. മാധ്യമങ്ങൾ പലപ്പോഴും ആത്മഹത്യ എന്നുള്ള വിഷയം വെറുതെ പേജുകൾ എഴുതാനും വായനക്കാരുടെ ജിജ്ഞാസ വർദ്ധിപ്പിക്കാനും അതിനകത്ത് വേണമെങ്കിൽ അല്പം സെക്സും കൂടി കൂട്ടിക്കലർത്തി ഒക്കെ അതങ്ങനെ ഒരു പ്രത്യേക പരുവത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അവരത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ പറ്റുന്ന ഒരു വിഷയമാക്കി മാറ്റുന്നു. നാളെയും കാണിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് അല്പം സെക്സിൻ്റെ ഒരു സംശയം കൂടി ചേർത്തിട്ട് അങ്ങ് അവസാനിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ ഇതിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. അതെ, മാധ്യമങ്ങൾ ഇങ്ങനത്തെ റിപ്പോർട്ടിംഗ് ഇങ്ങനത്തെ സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടിങ്ങിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവരറിയാതെ തന്നെ ഒരുപാട് സ്വാധീനം ഈ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ടെലിവിഷൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾക്കും ചിത്രങ്ങൾക്കും ഉണ്ട്. അത് മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. മരിച്ചവർ എഴുതിയ ആത്മഹത്യാ കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കുവാൻ പാടുള്ളതല്ല. അതെ, ബൈബിളിലും ആത്മഹത്യ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ യൂദാസ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പല സാഹിത്യകാരന്മാർ എഴുതിയിട്ടുണ്ട്. അത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം പോലെയല്ല പലരും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് പണ്ട് മുതൽ തന്നെ ഇങ്ങനെ പണത്തോടുള്ള അമിതമായ ആർത്തി ഉണ്ടായിരുന്നു, വിശ്വസ്തതക്കുറവുണ്ടായിരുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. പെട്ടെന്നുണ്ടായ, ബൈബിൾ പറയുന്നൊരു കാര്യമാണ്, പാപിക്ക് മനസ്സമാധാനമില്ല, പാപത്തിൻ്റെ അങ്ങേയറ്റത്ത് നാശമുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആത്മഹത്യ എന്നുള്ള അർത്ഥത്തിലല്ലെങ്കിലും ഏതോ രീതിയിൽ പാപത്തിന് ആളുകൾ മനസ്സമാധാനം കളയാനൊക്കെ പറ്റുമോ. ബൈബിളിനും താല്പര്യമുള്ളൊരു വിഷയം തന്നെയാണ് ഈ ആത്മഹത്യ എന്നുള്ള വിഷയം. അതെ, എനിക്ക് തോന്നുന്നത് ബൈബിളിൽ
പരാമർശിച്ചിരിക്കുന്ന ആത്മഹത്യ ഒരുപക്ഷെ യൂദാസ് കറിയാത്തോടെ മാത്രമായിരിക്കുമോ? അല്ലല്ല, വേറെ ഒത്തിരി ഉണ്ട്. 1 രാജാക്കന്മാർ 16-18 സിമ്രി എന്ന് പേരായ ഒരാൾ യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. യുദ്ധത്തിൽ തോറ്റപ്പോൾ അദ്ദേഹത്തിന്, കാരണം ധീരതയുടെ ഒരു അടയാളമായി റോമാക്കാർ കരുതിയിരുന്നത് സ്വയം മരിക്കുക എന്നുള്ള, മറ്റുള്ളവരുടെ വാളുകൊണ്ട് മരിക്കുന്നത്. അപ്പോൾ റോമൻ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണത്, ധീരതയുടെ ഒരു ഭാഗമായിട്ട്. അതുകൊണ്ട് അവിടുത്തെ പല രാജാക്കന്മാരും പല സൈന്യാധിപന്മാരൊക്കെ സ്വയമാണ് മരിക്കുന്നത്. നമ്മൾ നേരത്തെ ജപ്പാന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റോമൻ സംസ്കാരത്തിന്റെ ധീരതയുടെ ഒരു അടയാളമാണ്, വല്ലവരുടെ കൈകൊണ്ട്. ക്ലയോപാട്ര മരിക്കുന്നത് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാണ് നാടകത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത് ആ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് മിക്കവാറും യഹൂദന്മാരുടെ സംസ്കാരവും കുറേയൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആ കാര്യം പറയുമ്പോൾ സാംസൺ വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ അവസാനത്തെ പ്രാർത്ഥന പോലും ഇങ്ങനെയാണ്, ഒരു നിരാശയുടെ പ്രാർത്ഥന. ഞാനും മരിക്കട്ടെ, ഇവിടെയുള്ള എല്ലാവരും മരിക്കട്ടെ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അദ്ദേഹത്തിൻ്റെ. പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ഒരു പ്രലോഭനം അതുപോലെ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു ആത്മഹത്യയാണ് അദ്ദേഹം. കാരണം അദ്ദേഹമെല്ലാം നശിപ്പിച്ച് കളഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് നശിപ്പിച്ച് കളഞ്ഞു. കുട്ടികളുടെ കളിപ്പാട്ടം പോലെയുള്ളൊരു മനുഷ്യനായിട്ട് മാറി. വലിയ നിലയിലുണ്ടായിരുന്ന ആൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായി മാറിയപ്പോൾ അയാൾക്ക് ഇനി എനിക്ക് പഴയ അവസ്ഥയിലേക്കൊന്നും വരാൻ പറ്റുകയില്ലെന്നുള്ള ചിന്ത കടന്നു വന്നിട്ട്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ പൗലോസൊക്കെ രക്ഷപ്പെട്ടെന്ന് കരുതിയപ്പോൾ തടവുകാർ ഇനി ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടും, രാജാവ് ഞങ്ങളെ കൊന്നുകളയും. അതുകൊണ്ട് രാജാവിൻ്റെ വിസ്താരവും അതിനെയൊക്കെ പിന്നാലെ പോയി അവസാനം മരിക്കുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ മരിക്കുകയാണെന്ന് കരുതിക്കൊണ്ട് അവർ മരിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് ഉടനെ തന്നെ ഇടപെട്ട് പറഞ്ഞു, നിങ്ങൾ മരിക്കരുതെന്ന് പറഞ്ഞു, ഞങ്ങളിവിടെ തന്നെയുണ്ട്, ഞങ്ങളെങ്ങും പോയിട്ടില്ല, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ പേര് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള പേര് നിങ്ങൾ കൊല്ലപ്പെടുകയില്ലെന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലുള്ള കടബാധ്യത അത് വലിയൊരളവ് വരെ കേരളത്തിൽ തടയാൻ സാധിച്ചത് കാർഷിക കടാശ്വാസ പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോഴാണ്. വാസ്തവത്തിൽ അത് വിദർഭ മേഖലയിലും ഛത്തീസ്ഗഡിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ കാർഷിക മേഖലയിലുള്ള ആത്മഹത്യകൾ കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ട്. പോലീസ് മേധാവി, ഗ്രന്ഥകാരൻ, വാഗ്മി എന്നീ നിലകളിൽ പ്രശസ്തനായ ഡോക്ടർ സിബി മാത്യൂസ് PhD ബിരുദം കരസ്ഥമാക്കി. അദ്ദേഹം തൻ്റെ സേവനം ആരംഭിക്കുന്നത് എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടാണ്. അതിനുശേഷം ക്രൈംബ്രാഞ്ച്, ഇൻ്റലിജൻസ്, വിജിലൻസ് എന്നീ വിഭാഗങ്ങളിൽ സേവനം ചെയ്തു. തുടർന്ന് കേരള സായുധ സേനയുടെ തലവനായി പ്രവർത്തിച്ചു. ഡയറക്ടർ ഓഫ് പോലീസ് ജനറൽ ആയിരിക്കുമ്പോഴാണ് സ്വമേധയ വിരമിച്ച് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി പ്രവർത്തിക്കുന്നത്. ഇപ്പോഴദ്ദേഹം ആ ജോലിയിലാണ്. സാറിൻ്റെ ഡോക്ടറൽ തീസിസ് വളരെ ശ്രദ്ധേയമാണ്. അടുത്ത കാലത്ത് മലയാളത്തിലെ ചില പത്രങ്ങളിലെ സൺഡേ സപ്ലിമെൻറ്റിൽ അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരണം ഉണ്ടായിരുന്നു. മലയാളികൾ ഇങ്ങനെ മരിക്കണമോ എന്ന പുസ്തകം തീർച്ചയായും വളരെ ആനുകാലിക പ്രാധാന്യമുള്ള, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ തന്നെ എല്ലാ ജനതകളെയും ചൂഴ്ന്നു നിൽക്കുന്ന വലിയൊരു പ്രശ്നം, ജീവനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ്. സാറുമായി ഇപ്പോൾ വളരെയേറെ നേരം സംസാരിക്കാനുള്ള അവസരം കിട്ടി. വളരെ ഉത്തരവാദിത്വമുള്ള പല ജോലികളും സാറ് നിർവഹിച്ചിട്ടുണ്ട്. സാറിൻ്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള ഗ്രന്ഥം ധാരാളം പേർക്ക് ആത്മഹത്യ ഒഴിവാക്കാനുള്ള പ്രചോദനമായി ഭവിക്കുന്നു. കാരണം സാറ് വളരെ വ്യക്തമായി ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, സാർ വ്യക്തിപരമായി കണ്ട് സംസാരിച്ച, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച, അതിലേക്ക് പോകാത്ത ആളുകളെല്ലാവരും പറയുന്നുണ്ട് അതൊരബദ്ധം പറ്റിയതാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമായിരുന്നില്ല, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല മാർഗങ്ങളും ഉണ്ടായിരുന്നു, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചിന്തിച്ചു പോയതാണ്. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ കഴിയുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ അബദ്ധത്തിലേക്ക് പോയ ആളുകൾ, അവരെയൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് നമുക്ക് വേണമെന്ന്
ഈ ഗ്രന്ഥം പറയുകയാണ്. ഒരുപക്ഷെ നാം ഒരു ആശ്വാസവാക്ക് പറഞ്ഞാൽ പലരെയും നമുക്ക് ഈ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. സിബി മാത്യു സാറിന് എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. ജീവിതഗന്ധിയും ഹൃദയസ്പർശിയും ആത്മീയ ഉത്കർഷത്തിന് നിദാനവുമായ നിരവധി പ്രോഗ്രാമുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് കരുത്തും കരുതലും പുത്തൻ പ്രതീക്ഷകളുടെ ആത്മീയ ആവേശവുമായി 24 മണിക്കൂറും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. Goodness, stay with God. For more details, please contact your cable TV operator.